ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 20-ാം തീയതി ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും നാളത്തെ റേഷൻ അപ്ഡേറ്റുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം പതിവ് പോലെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാം. ഏപ്രിൽ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം റേഷൻ കടയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ഈ ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തെ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നീല, വെള്ള റേഷൻ കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരി മാർച്ച് മാസത്തേതും അതുപോലെ തന്നെ 2 ഭക്ഷ്യകിറ്റുകളുമാണ്. 2 ഭക്ഷ്യകിറ്റുകൾ എന്ന് പറയുമ്പോൾ മാർച്ച് മാസത്തെ ഭക്ഷ്യകിറ്റും ഏപ്രിൽ മാസത്തെ വിഷു കിറ്റുമാണ്. മാർച്ച് മാസത്തെ ഭക്ഷ്യകിറ്റ് എല്ലാവർക്കും ഉള്ളത് റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ വിഷു കിറ്റ് എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള പാകത്തിന് റേഷൻ കടകളിൽ എത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വിളിച്ചന്വേഷിച്ച് നിങ്ങളുടെ കടയിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം പോയിട്ട് വാങ്ങുന്നത് നന്നായിരിക്കും. ഇത്രയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലുണ്ടായ തീരുമാനങ്ങളാണ് ഇനി പറയുന്നത്. സംസ്ഥാനത്ത് രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെ കർഫ്യൂ ആയിരിക്കും. വാഹന ഗതാഗതത്തിന് കുഴപ്പമില്ല. രാത്രി 9 മണിയായാൽ എല്ലാ കടകളും അടക്കണം. രാത്രി കർഫ്യൂ നമ്മുടെ സംസ്ഥാനത്തും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേറെ കുറച്ച് നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല. ഇനി ട്യൂഷൻ സെന്ററുകൾക്ക് ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളെല്ലാം അടയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സിനിമാ തിയേറ്ററുകൾ, മാളുകൾ ഇവയെല്ലാം രാത്രി 7 മണിക്ക് അടയ്ക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷം പ്രവർത്തിക്കാൻ പാടില്ല. മറ്റു വ്യാപാര സ്ഥാപനങ്ങൾക്ക് 9 മണി വരെ പ്രവർത്തിക്കാവുന്നതാണ്. ഇപ്പോൾ അടുത്ത 2 ആഴ്ചക്കാണ് ഈ ഒരു നിയന്ത്രണമുള്ളത്. അത് കഴിഞ്ഞ് സ്ഥിതിഗതികൾ വിലയിരുത്തിയും കൊണ്ട് മറ്റുള്ള നടപടിയിലേക്ക് കടക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, SSLC +2 പരീക്ഷ മാറ്റി വെക്കുന്നില്ല. അത് തുടരുക തന്നെ ചെയ്യും. കർശന നടപടികളോട് കൂടിയിട്ട് ആ പരീക്ഷകൾ തുടരും. നാളെ മുതൽ തുടങ്ങാനിരുന്ന PSC പരീക്ഷകളും അഭിമുഖങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത 30-ാം തീയതി വരെയാണ് ഇത് മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി എന്ന് പരീക്ഷ നടക്കും എന്നുള്ളത് പിന്നീട് അറിയിക്കും. അപ്പൊ ഇത്രയാണ് നാളത്തെ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതും. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.